ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് ചരിത്ര വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 173-ാം ദിവസം. ഇന്ന് എലീഷായുടെ അത്ഭുതങ്ങൾ. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 127 എന്നിവ വായിക്കുന്നു. എലീഷ പ്രവർത്തിച്ച ഏതാനും അത്ഭുതങ്ങൾ വിവരിക്കുന്ന വചനഭാഗമാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും നാം വായിക്കുന്നത്. കർത്താവിനോട് അവിശ്വസ്തനായിരുന്ന ആഹാസ് രാജാവിൻ്റെ ഭരണകാല വിവരണവും നാം വായിക്കുന്നു. ലോകം നമ്മളിൽ നിന്നും കാണേണ്ടത് നമ്മളെയല്ല ദൈവത്തെയാണെന്നും നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും സങ്കടങ്ങളുമെല്ലാം ദൈവത്തിലേക്ക് തിരിയാനുള്ള ക്ഷണമാണെന്നും നമ്മൾ ദൈവത്തെ തള്ളിക്കളഞ്ഞാലും ദൈവം നമ്മെ കാത്തിരിക്കും എന്നുമൊക്കെയുള്ള സന്ദേശങ്ങൾ തിരുവചനം നമുക്ക് നൽകുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം. വിധവയുടെ എണ്ണ. പ്രവാചകപുത്രന്മാരിൽ ഒരുവൻ്റെ ഭാര്യ എലീഷായോട് ഇപ്രകാരം നിലവിളിച്ചു: അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങയുടെ ദാസൻ കർത്താവിനെ ഭയപ്പെടുന്നവനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. എന്നാൽ കടം കൊടുത്തവൻ എൻ്റെ 2 മക്കളെയും തനിക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എലീഷ അവളോട് പറഞ്ഞു: ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുണ്ട് എന്ന് എന്നോട് വിവരിക്കുക. അവൾ പറഞ്ഞു: അങ്ങയുടെ ദാസിക്ക് വീട്ടിലാകെ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ പറഞ്ഞു: നീ പോവുക. പുറത്തുനിന്ന്, അതായത് നിൻ്റെ എല്ലാ അയൽക്കാരിൽ നിന്നും നീ നിനക്കായി കലങ്ങൾ ചോദിക്കുക. ഒഴിഞ്ഞ കലങ്ങളുടെ എണ്ണത്തിൽ നീ കുറവ് വരുത്തരുത്. പിന്നെ നീയും നിൻ്റെ പുത്രന്മാരും അകത്ത് കടന്ന് വാതിലടയ്ക്കുക. എന്നിട്ട് ആ കലങ്ങളിലെല്ലാം എണ്ണ പകരുക, നിറയുന്നത് മാറ്റിവെക്കുക. അവൾ അവൻ്റെ അടുത്തു നിന്ന് പോയി. എന്നിട്ട് അവളും അവൻ്റെ പുത്രന്മാരും അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുത്തേക്ക് കലങ്ങൾ നീക്കി വയ്ക്കുകയും അവൾ എണ്ണ പകരുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ കലങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ തൻ്റെ പുത്രനോട്: ഇനിയും എൻ്റെ അടുത്തേക്ക് കലം നീക്കി വയ്ക്കുക എന്ന് പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു: ഇനി കലമില്ല. അപ്പോൾ എണ്ണ നിലച്ചു. അവൾ പോയി ദൈവപുരുഷനോട് അക്കാര്യം വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു: പോയി ആ എണ്ണ വിറ്റ് കടം തീർക്കുക. ശേഷിക്കുന്നത് കൊണ്ട് നിനക്കും നിൻ്റെ പുത്രന്മാർക്കും ജീവിക്കാം. ശൂനേംകാരിയുടെ മകൻ. ഒരു ദിവസം എലീഷ ശുനേമിലൂടെ കടന്നുപോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു. അവൾ ഭർത്താവിനോട് പറഞ്ഞു: ഇതാ, നമ്മുടെ അടുക്കൽ എപ്പോഴും വന്നു പോകാറുള്ള അയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് എനിക്കറിയാം. നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു മുറിയുണ്ടാക്കി അവിടെ അവനായി ഒരു കിടക്കയും ഒരു മേശയും കസേരയും വിളക്കും വയ്ക്കാം. അവൻ നമ്മുടെ പക്കൽ വരുമ്പോഴൊക്കെ അവിടെ തങ്ങാമല്ലോ. ഒരു ദിവസം അവൻ അവിടെ എത്തി മട്ടുപ്പാവിലേക്ക് പോയി അവിടെ കിടന്നു. അപ്പോൾ അവൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു: ശൂനേംകാരിയെ വിളിക്കുക. അയാൾ അവളെ വിളിച്ചു വരുത്തി. അവൾ അവൻ്റെ മുമ്പിൽ നിന്നു. അവൻ അയാളോട് പറഞ്ഞു: നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റെടുത്തു. ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിനക്ക് വേണ്ടി രാജാവിനോടോ സൈന്യാധിപനോടോ സംസാരിക്കണമോ എന്ന് ചോദിച്ചാലും? അവൾ പറഞ്ഞു: എൻ്റെ ജനത്തിൻ്റെ ഇടയിലാണ് ഞാൻ വസിക്കുന്നത്. അപ്പോൾ അവൻ ചോദിച്ചു: എന്നാൽ അവൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗഹസി പറഞ്ഞു: സത്യത്തിൽ അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു: അവളെ വിളിക്കുക. അയാൾ അവളെ വിളിച്ചു വരുത്തി. അവൾ വാതിൽക്കൽ നിന്നു. അവൻ പറഞ്ഞു: അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ പുണരും.
അവൾ പറഞ്ഞു, ഇല്ല പ്രഭോ. ദൈവപുരുഷ, അങ്ങയുടെ ദാസിയോട് വ്യാജം പറയരുതേ. എലീഷ പറഞ്ഞതുപോലെ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും അടുത്ത വർഷം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. കുട്ടി വളർന്നു. ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ നിലവിളിച്ചു, ഓ എൻ്റെ തല, എൻ്റെ തല. അവൻ്റെ പിതാവ് തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, അവനെ അവൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുപോകും. അവൻ അവനെ എടുത്ത് അമ്മയുടെ അടുക്കലെത്തിച്ചു. ഉച്ചവരെ അവൻ അവളുടെ മടിയിലിരുന്നു. പിന്നെ അവൻ മരിച്ചു. അവൾ മുകളിൽ കയറി ദേവപുരുഷൻ്റെ കിടക്കയിൽ അവനെ കിടത്തിയ ശേഷം വാതിലടച്ച് പുറത്തുപോയി. അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ വേഗം പോയി ദേവപുരുഷനെ കണ്ട് തിരിച്ചു വരേണ്ടതിന് വേലക്കാരിൽ നിന്ന് ഒരുവനെയും പെൺകഴുതകളിൽ ഒന്നിനെയും എന്നോടൊപ്പം അയച്ചാലും. അവൻ ചോദിച്ചു, നീ ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകുന്നതെന്തിന്? അമാവാസിയോ സാപത്തോ അല്ലല്ലോ. അവൾ പറഞ്ഞു, ശുഭം ഭവിക്കും. അവൾ കഴുതയ്ക്ക് ജീനിയിട്ടതിന് ശേഷം ഭൃത്യനോട് പറഞ്ഞു, വേഗം ഓടിച്ചു പോവുക. ഞാൻ നിന്നോട് പറയാതെ നീ വേഗം കുറയ്ക്കരുത്. അവൾ പുറപ്പെട്ട് കാർമൽ മലയിലേക്ക് ദേവപുരുഷൻ്റെ അടുത്തേക്ക് എത്തി. അവളെ ദൂരെ വെച്ച് തന്നെ കണ്ടപ്പോൾ ദേവപുരുഷൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു, ഇതാ ആ ശൂന്യംകാരി. ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് അവളോട്, നിനക്ക് ക്ഷേമമല്ലേ? നിൻ്റെ ഭർത്താവിന് ക്ഷേമമല്ലേ? കുഞ്ഞിനും ക്ഷേമമല്ലേ എന്ന് ആരായുക. അവൾ പറഞ്ഞു, ക്ഷേമം തന്നെ. അവൾ മലയിൽ ദേവപുരുഷൻ്റെ അടുത്തെത്തി അവൻ്റെ കാലുകളിൽ മുറുകെ പിടിച്ചു. അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി അടുത്തു വന്നു. എന്നാൽ ദേവപുരുഷൻ പറഞ്ഞു, അവളെ വിട്ടേക്കൂ, കാരണം അവളുടെ ആത്മാവ് തിക്തഭരിതമായിരിക്കുന്നു. പക്ഷേ കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, എനിക്ക് അത് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ യജമാനനിൽ നിന്ന് ഞാനൊരു പുത്രനെ ആവശ്യപ്പെട്ടോ? എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അവൻ ഗഹസിയോട് പറഞ്ഞു, നീ നിൻ്റെ അരപ്പട്ട ധരിച്ച് എൻ്റെ വടിയും നിൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് ചെല്ലുക. വഴിയിൽ ആരെയെങ്കിലും കണ്ടാൽ അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയുമരുത്. എൻ്റെ വടി കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, ജീവിക്കുന്ന കർത്താവാണ്, അങ്ങയുടെ ജീവനാണ്, ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല. അപ്പോൾ അവൻ എഴുന്നേറ്റ് അവളെ അനുഗമിച്ചു. ഗഹസി അവർക്ക് മുമ്പേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വെച്ചു. എന്നാൽ ശബ്ദമോ പ്രതികരണമോ ഉണ്ടായില്ല. അവൻ അവരുടെ പക്കൽ മടങ്ങി വന്ന് ഇപ്രകാരം അവനെ അറിയിച്ചു, കുട്ടി ഉണർന്നിട്ടില്ല. എലീഷ ഭവനത്തിൽ പ്രവേശിച്ചു. ഇതാ കുട്ടി മരിച്ച് തൻ്റെ കിടക്കയിൽ കിടക്കുന്നു. അവൻ അകത്ത് കടന്ന് അവരിരുവർക്കും പിന്നിൽ വാതിലടച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ കയറി കുട്ടിയുടെ മേൽ കിടന്ന്, അതായത് തൻ്റെ വായ് അവൻ്റെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കമിഴ്ന്നു കിടന്നു. അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു. പിന്നെ അവൻ കയറി അവൻ്റെ മേൽ കമിഴ്ന്നു കിടന്നു. കുട്ടി 7 പ്രാവശ്യം തുമ്മി. എന്നിട്ട് അവൻ തൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ ഗഹസിയെ വിളിച്ചു പറഞ്ഞു, ആ ശൂനംകാരിയെ വിളിക്കുക. അയാൾ അവളെ വിളിച്ചു. അവൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ അവളോട് പറഞ്ഞു, നിൻ്റെ പുത്രനെ എടുത്തുകൊള്ളുക. അവൾ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവനെ നിലം പറ്റ വണങ്ങി. എന്നിട്ട് അവൾ കുട്ടിയെ എടുത്തുകൊണ്ട് പുറത്തുപോയി. വിഷം കലർന്ന ഭക്ഷണം. എലീഷ ഗിൽഗാലിൽ തിരിച്ചെത്തി. അപ്പോൾ നാട്ടിൽ ക്ഷാമമായിരുന്നു. പ്രവാചകഗണം അവൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. അവൻ തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, നീ ഒരു വലിയ പാത്രം തയ്യാറാക്കി പ്രവാചകഗണത്തിനായി അവിയൽ പാകം ചെയ്യുക. അപ്പോൾ സസ്യങ്ങൾ ശേഖരിക്കാനായി ഒരുവൻ വയലിലേക്ക് ചെന്നപ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് അവൻ്റെ തുണി നിറയെ കാട്ടുകായ്കൾ ശേഖരിക്കുകയും ചെയ്തു. അവൻ വന്ന് അവിയലിൻ്റെ പാത്രത്തിലേക്ക് അത് മുറിച്ചിട്ടു. എന്തെന്നാൽ അതവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അനന്തരം അവർ അത് ആളുകൾക്ക് ഭക്ഷിക്കാൻ വിളമ്പി. അവിയലിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അവർ നിലവിളിച്ചു പറഞ്ഞു, ദേവപുരുഷ, പാത്രത്തിൽ മരണം. അവർക്ക് അത് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, കുറച്ച് മാവ് എടുക്കുവിൻ. അവനത് പാത്രത്തിലേക്ക് ചൊരിഞ്ഞു. അവൻ പറഞ്ഞു, ജനത്തിന് വിളമ്പുക, അവർ ഭക്ഷിക്കട്ടെ. അപ്പോൾ പാത്രത്തിൽ ദൂഷ്യമായതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വർദ്ധിപ്പിക്കുന്നു. ബാൽഷാലിഷായിൽ നിന്ന് ഒരാൾ വന്നു. ആദ്യഫലങ്ങളുടെ അപ്പവും 20 ബാർലി അപ്പവും ഒരു സഞ്ചിയിൽ ധാന്യക്കതിരുകളും അയാൾ ദേവപുരുഷന് കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ജനത്തിന് കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. അവൻ്റെ സേവകൻ ചോദിച്ചു, 100 ആളുകൾക്ക് മുമ്പിലായി ഞാനിത് എങ്ങനെ കൊടുക്കും? അവൻ പറഞ്ഞു, ജനത്തിന് കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു,
അവർ ഭക്ഷിക്കുകയും ബാക്കി വയ്ക്കുകയും ചെയ്യും. അവരുടെ മുമ്പിൽ അവൻ അത് വിളമ്പി. കർത്താവിൻ്റെ വചനം പോലെ അവർ ഭക്ഷിക്കുകയും മിച്ചം വയ്ക്കുകയും ചെയ്തു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28-ാം അധ്യായം. ആഹാസ്. തൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ ആഹാസിന് 20 വയസ്സായിരുന്നു. അവൻ 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. എന്നാൽ അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തൻ്റെ പിതാവായ ദാവീദിനെ പോലെ ശരിയായത് പ്രവർത്തിച്ചില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിക്കുകയും ബാൽദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കുകയും ചെയ്തു. കൂടാതെ അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപമർപ്പിക്കുകയും ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛതകൾക്കനുസൃതം അവൻ സ്വപുത്രന്മാരെ അഗ്നിയിൽ ഹോമിക്കുകയും ചെയ്തു. പൂജാഗിരികളിലും മലകളിലും പച്ചമരം ഓരോന്നിൻ്റെയും ചുവട്ടിലും അവൻ ബലിയും ധൂപവും അർപ്പിച്ചു. അവൻ്റെ ദൈവമായ കർത്താവ് അവനെ ആരാം രാജാവിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തു. അവർ അവനെ പ്രഹരിക്കുകയും അവരിൽ നിന്ന് വലിയൊരു ഗണം തടവുകാരെ ദമാസ്കസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൂടാതെ അവൻ ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. അയാൾ അവന് മാരകമായ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. റമാലിയായുടെ മകൻ പെക്കാഹ് യൂദയായിൽ നിന്ന് 1,20,000 വരുന്ന ധീരയോദ്ധാക്കളെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു. കാരണം അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചിരുന്നു. രാജപുത്രനായ മാസയെയും കൊട്ടാരം വിചാരിപ്പുകാരനായ അസ്രീക്കാമിനെയും ഭരണതലത്തിൽ 2-ാമനായ എൽക്കാനയെയും സിക്രി എന്ന ധീരനായ ഒരു എഫ്രായിംകാരൻ വധിച്ചു. ഇസ്രായേല്യർ തങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി 2,00,000 പേരെ തടവുകാരാക്കി. അവർ ധാരാളം വസ്തുക്കൾ അവരിൽ നിന്ന് കൊള്ളയടിക്കുകയും കൊള്ളവസ്തുക്കൾ സമരിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കർത്താവിൻ്റെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. ഒദേദ് എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ സമരിയയിലേക്ക് വന്ന സൈന്യത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ക്രോധം യൂദയായുടെ മേൽ ഉള്ളതിനാലാണ് അവരെ അവിടുന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. എന്നാൽ ആകാശത്തോളം എത്തിയ ക്രോധത്തോടെ നിങ്ങളവരെ വധിച്ചു. ഇപ്പോഴാകട്ടെ നിങ്ങൾ ജെറൂസലേമിനെയും യൂദാ മക്കളെയും കീഴടക്കി അവരെ നിങ്ങൾക്ക് ദാസന്മാരും ദാസികളുമാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെയുള്ള അകൃത്യങ്ങൾ നിങ്ങളുടെ പക്കലുമില്ലേ? ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുക. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ തടവുകാരായി കൊണ്ടുവന്നവരെ തിരിച്ചയക്കുക. എന്തെന്നാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നു. യോഹന്നാൻ്റെ പുത്രൻ അസറിയ, മെഷില്ലേമോത്തിൻ്റെ പുത്രൻ ബെറക്കിയ, ഷെല്ലൂമിൻ്റെ പുത്രൻ യഹിസ്കിയ, ഖദ്ലായിയുടെ പുത്രൻ അമാസ എന്നീ ചില എഫ്രായിം നേതാക്കൾ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവർക്കെതിരെ തിരിഞ്ഞു. അവർ അവരോട് പറഞ്ഞു, തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. കർത്താവിനെതിരെയുള്ള അകൃത്യങ്ങൾ നമ്മുടെ മേൽ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും വർദ്ധിപ്പിക്കാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ അകൃത്യം വലുതാണ്. ഇസ്രായേലിനെതിരെ ഉഗ്രകോപവുമുണ്ട്. അപ്പോൾ പടയാളികൾ നേതാക്കന്മാരുടെയും സഭ മുഴുവൻ്റെയും മുമ്പാകെ തടവുകാരെയും കൊള്ളവസ്തുക്കളും ഉപേക്ഷിച്ചു. മുകളിൽ പേരെടുത്തു പറഞ്ഞ ആളുകൾ തടവുകാരെ ഏറ്റെടുക്കാൻ മുതിർന്നു. അവർ നഗ്നരായവരെ കൊള്ള മുതലിൽപ്പെട്ട വസ്ത്രമണിയിച്ചു. അവർ അവരെ ഉടുപ്പിച്ച് ചെരുപ്പ് ധരിപ്പിച്ച് എണ്ണ തേച്ചു അവർക്ക് ഭക്ഷണം നൽകുകയും കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. തളർന്നവരെയെല്ലാം അവർ കഴുതകളുടെ പുറത്തു കയറ്റി ഈന്തപ്പനകളുടെ നഗരമായ ജെറീക്കോയിൽ അവരുടെ സഹോദരരെ അടുത്തെത്തിച്ചു. അനന്തരം അവർ സമറിയയിലേക്ക് മടങ്ങി. അക്കാലത്ത് തന്നെ ആഹാസ് രാജാവ് അസീറിയ രാജാക്കന്മാരുടെ പക്കൽ തനിക്ക് സഹായം അഭ്യർത്ഥിച്ച് ആളയച്ചു. കാരണം വീണ്ടും എദോമ്യർ വന്ന് യൂദയായെ ആക്രമിക്കുകയും തടവുകാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. യൂദായിലെ ഷെഫേലായിലെയും നെഗംബിലെയും നഗരങ്ങളിൽ ഫിലിസ്ത്യരും ആക്രമണം നടത്തി. അവർ ബെത് ഷെമെഷ്, അയ്യാലോൺ, ഗദറോത്ത് എന്നിവയും സൊക്കോയും അതിൻ്റെ ഗ്രാമങ്ങളും തിമ്നായും അതിൻ്റെ ഗ്രാമങ്ങളും ഗിംസോയും അതിൻ്റെ ഗ്രാമങ്ങളും പിടിച്ചടക്കി. അവർ അവിടെ വാസമുറപ്പിച്ചു. യൂദാ രാജാവായ അഹാസ് മൂലവും കർത്താവ് യൂദായെ എളിമപ്പെടുത്തി. കാരണം അവൻ യൂദായിൽ ദുർവൃത്തി വ്യാപിപ്പിക്കാൻ ഇടയാക്കുകയും കർത്താവിനോട് കൂടുതലായി അവിശ്വസ്തത കാട്ടുകയും ചെയ്തു. അസീറിയ രാജാവായ തിൽഗത്ത് പിൽനേസർ അവൻ്റെ പക്കൽ വന്നു. എന്നാൽ അയാൾ അവനെ ദ്രോഹിക്കുകയല്ലാതെ ശക്തിപ്പെടുത്തിയില്ല.
ആഹാസ് കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും പ്രഭുമന്ദിരങ്ങളും കൊള്ള ചെയ്ത് അസിറിയ രാജാവിന് നൽകി. എങ്കിലും അതവന് സഹായകമായില്ല. തനിക്ക് ദുരിതസമമായിരുന്നെങ്കിലും അവൻ കർത്താവിനോട് കൂടുതൽ അവിശ്വസ്തനായി. അങ്ങനെയായിരുന്നു ആഹാസ് രാജാവ്. തന്നെ പ്രഹരിച്ച ദമാസ്കസിൻ്റെ ദേവന്മാർക്ക് അവൻ ബലിയർപ്പിച്ചു. ആരാം രാജാക്കന്മാരുടെ ദേവന്മാർ തന്നെയാണല്ലോ അവരെ സഹായിച്ചത്. അവർ എന്നെ സഹായിക്കേണ്ടതിന് അവർക്ക് ഞാൻ ബലിയർപ്പിക്കും എന്ന് അവൻ പറഞ്ഞു. എന്നാൽ അവൻ്റെയും ഇസ്രായേൽ മുഴുവൻ്റെയും വീഴ്ചയ്ക്ക് അവ കാരണമായി. അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി. ദേവാലയത്തിലെ ഉപകരണങ്ങൾ തകർത്ത് കഷ്ണങ്ങളാക്കി. കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ പൂട്ടി. ജെറൂസലേമിൻ്റെ ഓരോ മൂലയിലും അവൻ തനിക്കായി ബലിപീഠങ്ങൾ സ്ഥാപിച്ചു. അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുന്നതിന് യൂദായിലെ നഗരങ്ങൾ തോറും അവൻ പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു. അവൻ്റെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവൻ്റെ രീതികൾ ഓരോന്നും ഇതാ ആദ്യാവസാനം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഹാസ് തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. അവനെ അവർ ജെറൂസലേം നഗരത്തിൽ സംസ്കരിച്ചു. എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലേക്ക് കൊണ്ടുപോയില്ല. അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ പുത്രൻ ഹെസക്കിയ രാജാവായി. സങ്കീർത്തനങ്ങൾ 127. കർത്താവും കൂട്ടുപണിക്കാരും. ആരോഹണഗീതം സോളമൻ്റേത്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ അത് പണിയുന്നവർ അധ്വാനിക്കുന്നത് വ്യർത്ഥം. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. ഉണരുന്നത് നേരത്തെയാക്കുന്നവരും വിശ്രമിക്കുന്നത് വൈകിക്കുന്നവരും കഠിനാധ്വാനങ്ങളുടെ അപ്പം ഭുജിക്കുന്നവരുമായ നിങ്ങൾക്ക് അത് വ്യർത്ഥമാണ്. അതെ തൻ്റെ പ്രിയപ്പെട്ടവന് അവിടുന്ന് ഉറക്കം സമ്മാനിക്കുന്നു. ഇതാ മക്കൾ കർത്താവിൻ്റെ അവകാശമാണ്, ഉദരഫലം പ്രതിഫലവും. യോദ്ധാവിൻ്റെ കയ്യിൽ അസ്ത്രങ്ങളെങ്ങനെയോ അങ്ങനെയാണ് യൗവനയുക്തരുടെ മക്കൾ. അവരെക്കൊണ്ട് നിങ്ങൾ ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ശത്രുക്കളുമായി കവാടത്തിങ്കൽ വെച്ച് സംസാരിക്കുമ്പോൾ അവർ ലജ്ജിക്കേണ്ടി വരികയില്ല.